ഇതാണ് ഇന്നത്തെ കുക്കുംബർ പാൻ കേക്ക്. വെയിറ്റ് ലോസിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാൻ കേക്കാണിത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഇടുന്നത്. ഹലോ ഗായ്സ്, ഇന്ന് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഞാനത് കുക്കുംബർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. വെരി ഈസിയാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി. ഇത് കണ്ടോ, കുക്കുംബർ പാൻ കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ കൂടെ ഗുവാക്കമോളിയാണ് കഴിക്കുന്നത്, ഇതിൻ്റെ ഒരു ചട്നി കഴിക്കുന്നത്. അപ്പം ഇത് ഗുവാക്കമോളി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇത് വെയിറ്റ് ലോസിന് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക, സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ കുക്കുംബർ പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഒരുവിധം വലിയ ഒരു കുക്കുംബറാണ്. പിന്നെ ഒരു പിടി മല്ലിയില വേണം, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ കറിവേപ്പില ഒരു കുറച്ച്, ഇത്രയും സാധനങ്ങൾ എടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് റവ എടുക്കുന്നുണ്ട്. വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തേക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ കുക്കുംബർ എടുത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്യണ ഇതിൻ്റെ അകത്ത് അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പം അതിങ്ങനെ ചെറിയ ഇതായിട്ട് വന്ന് കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ആണ് അത് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മളുടെ ആദ്യം കുറച്ച് ഉപ്പിടണം. ഉപ്പ് ഒരു ആവശ്യാനുസരണം ഇടുക. ഒരു ടീസ്പൂണാണ് ഇട്ടത്. പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മുടെ അരിപ്പൊടി. ആദ്യം അതൊരു ബൗളിലേക്ക് മാറ്റട്ടെ കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് പാത്രത്തിലേക്ക് ഈ കുക്കുംബർ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ അരിപ്പൊടി ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് 2 ടേബിൾ സ്പൂണുള്ളൂ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് ഉപയോഗിക്കുന്നത്. പുട്ടുപൊടി എടുക്കരുത്, ഇടിയപ്പത്തിൻ്റെ പൊടി തന്നെ, അതായത് നൈസായിട്ടുള്ള പൊടി വേണം. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഇനി അടുത്തതായിട്ട് നമ്മുടെ റവയാണ്. ഞാനിത് വറുക്കാത്ത റവയാണ് യൂസ് ചെയ്തേക്കുന്നത്, വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും ഇട്ടു. പിന്നെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് എടുക്കുന്നു. അതുപോലെ തന്നെ ഇഞ്ചി അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മല്ലിയിലയുണ്ട്, അതും കൂടെ നന്നായിട്ട് കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈകൊണ്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു ബാറ്റർ പോലെ, അതായത് ഒത്തിരി ലൂസല്ല, ഇങ്ങനെ നമ്മൾ വെറുതെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലത്തെ അതിലും കുറച്ചുകൂടെ ലൂസായിട്ടുള്ളൊരു ബാറ്ററാണിത്, നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ. അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. ഇനി ഒരു പാത്രം എടുക്കുക. അത് ഒരു നോൺ സ്റ്റിക്ക് പോലത്തെ പാത്രമാണ് നല്ലത്, നന്നായിട്ട് പോരുന്നതിനായിട്ട്. മറ്റേ കാസ്റ്റൈൻ നന്നായിട്ട് സീസൺ ചെയ്തതാണെങ്കിലും നല്ലതാണ്, നല്ല രീതിയിൽ പോന്നോളും. അപ്പം ഇതേ പാത്രം ചൂടായതിന് ശേഷം നമ്മുടെ ഈ കുക്കുംബറിൻ്റെ ഈ ബാറ്റർ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ ഒഴിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ അടയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരത്തി നമ്മൾ ഷേപ്പ് ആക്കിയിട്ട് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് കഴിയുമ്പം അത് ഒന്ന് മറിച്ചിടണം. അപ്പോൾ ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് കുക്കായി കിട്ടും. നമ്മൾ കുക്കുംബർ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒത്തിരി പേർക്കും അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് നല്ല സക്സസ് ആണ്. ആ കുക്കുംബറിന് കഴിക്കാൻ മടിയുള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റും. ഇത് നമ്മളൊരു പാൻ കേക്ക് പോലെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും ഇട്ട് നമുക്കൊരു ചട്നിയുടെ കൂടെ ഇത് കഴിക്കാവുന്നതാണ്. പിന്നെ എഗ് റോസ്റ്റോ അല്ലെങ്കിൽ ഓംലെറ്റോ കഴിച്ചാലും നല്ലതാണ്. 2 പാൻ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെയും കഴിക്കാം. അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല റിച്ചായിട്ട് പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ഈസി അല്ലേ. ഞാനിത് ഒരെണ്ണം കൂടെ ചുട്ട് കാണിച്ചു തരാം. സിമ്പിളാണ്. നമുക്കെന്നാൽ നമ്മുടെ വെയിറ്റ് ലോസിനും നമ്മുടെ ഓവറോൾ ഹെൽത്തിനും
സഹായിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ലോ ഇൻ കാർബാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ഗോക്കമോളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഗോക്കമോളി ശരിക്കും പറഞ്ഞാൽ ഈസിയാണ്. നമ്മുടെ ആവക്കാഡോ എടുത്ത് മാഷ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും പിന്നെ ഒരല്പം ആപ്പിൾ സൈഡർ വിനീഗറും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഓണിയൻസ് പിന്നെ കുറച്ച് ടൊമാറ്റോ ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടാലും നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഓംലെറ്റും കൂടി ആയാൽ സംഭവം കുശാലായി. അപ്പോൾ ഇത് ഞാനൊരു ബട്ടർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെരി ഈസി അല്ലേ. ഒരു കുക്കുംബർ വെച്ച് എനിക്ക് 4 പാൻ കേക്ക് കിട്ടിയായിരുന്നു. അപ്പം ഈ കുക്കുംബർ കഴിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ അതിൽ ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട്. എ ബി സി ഫോളേറ്റ് മഗ്നീഷ്യം പൊട്ടാസ്യം എല്ലാം ഉണ്ട്. ഒത്തിരി നല്ലതാണ്. എല്ലാവരും പരീക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത് കഴിഞ്ഞ് കമൻറ്റുകളൊക്കെ ഇടുക. സക്സസ് ആയോ എന്ന്. ഉറപ്പായിട്ട് സക്സസ് ആവും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.